മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസ്താവനയിൽ കടുത്ത ഇടപെടലുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറിയെയും DGPയെയും വിളിപ്പിച്ച് ഗവർണർ. നാളെ 4 മണിക്ക് രാജ്ഭവനിൽ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം. ദേശവിരുദ്ധ ശക്തികൾ ആരെന്നറിയിക്കാനും നിർദ്ദേശമുണ്ട്. വിനീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായിട്ട്. വിനീഷ്, ഇടപെട്ടിരിക്കുകയാണ് ഗവർണർ. അടിയന്തരമായിട്ട് നിർദ്ദേശം നൽകാനായിട്ട് ചീഫ് സെക്രട്ടറിക്ക് അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം നമ്മളിവിടെ എടുത്തു പറയേണ്ടത്, ഈ മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറല്ല എന്നുള്ളൊരു കാര്യം ഇന്ന് നമ്മൾ നിയമസഭയിൽ കണ്ടതാണ്. ഒപ്പം മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കുകയാണ് CPM-ഉം. ഇതിനെ നാളെ എന്തായിരിക്കും ഇതിനൊരു മറുപടി നൽകുക? നേരിട്ട് വിളിപ്പിച്ചിരിക്കുകയാണ് ഗവർണർ. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തെ ഗവർണർ വിടാതെ പിന്തുടരുന്നു എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. ഒപ്പം തന്നെ PV അൻവർ നേരത്തെ നടത്തിയ ആക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു എന്ന് സംബന്ധിച്ചുള്ള വലിയ വിവാദ പ്രസ്താവന, ആ വിവാദ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ചീഫ് സെക്രട്ടറിയോട്, സർക്കാരിനോട് തന്നെ നേരിട്ട് ഗവർണർ വിശദീകരണം ചോദിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഗവർണർ വീണ്ടും കടുത്ത നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയെയും DGPയുമാണ് നാളെ നേരിട്ട് കാണാനുള്ള ഒരു നിർദ്ദേശം ഗവർണർ നൽകിയിരിക്കുന്നത്. നാളെ വൈകിട്ടാണ് നേരിട്ട് കാണണമെന്ന നിർദ്ദേശം ഗവർണർ നൽകിയിരിക്കുന്നത്. പ്രധാനമായും മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് ദേശവിരുദ്ധ ശക്തികൾ പ്രവർത്തിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള ഒരു പരാമർശം ഒരു സ്വകാര്യ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ആ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ടാണ് നിലവിൽ ആരാണ് ദേശവിരുദ്ധ ശക്തി, ദേശവിരുദ്ധ ശക്തികൾക്ക് പിന്നിൽ എന്താണ്, അത്തരത്തിലുള്ള ഒരു ദേശവിരുദ്ധ ശക്തിയെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സംസ്ഥാന സർക്കാരിന് ലഭിച്ചെങ്കിൽ എന്തുകൊണ്ട് അത് നേരത്തെ തന്നെ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളായിരിക്കും ചീഫ് സെക്രട്ടറിയോടും DGPയോടും ആരായുക എന്നായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒപ്പം തന്നെ ഹവാല ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ, ഇവയൊക്കെ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ PV അൻവറിന്റെ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ശക്തമായി തന്നെ നിലനിന്നിരുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണവും ചോദിക്കും. കാരണം ഒരു ജനപ്രതിനിധിയാണ് ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ? മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അറിയാതെ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം നൽകുന്നത് എന്ന് സംബന്ധിച്ചുള്ള ചോദ്യവും ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മലപ്പുറം വിഷയത്തെ ചൊല്ലിയുള്ള വലിയ രീതിയിൽ ഒരു ജില്ലയെ മാത്രം പരാമർശിച്ചുകൊണ്ട് ദേശവിരുദ്ധ ശക്തികൾ പ്രവർത്തിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള ഒരു പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകണമെന്നാണ് ഗവർണർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഉയർന്ന വിവാദങ്ങളിൽ ഹവാല ഇടപാടുകൾ, സ്വർണ്ണക്കടത്ത് എന്നീ വിഷയങ്ങളും ചർച്ചയാകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ വിശദീകരണവും നാളെ ഗവർണർ തേടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തെളിവുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള വിശദീകരണവും ഗവർണർ ആരായും. നേരത്തെ തന്നെ മന്ത്രിമാരുടെ ഫോൺ ചോർത്തൽ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം രാജ്ഭവൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ DGP കൈമാറിയിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ വിശദീകരണവും DGP നേരിട്ട് വിളിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നൽകിയേ മതിയാകൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ചീഫ് സെക്രട്ടറിയെയും DGPയാണ് നേരിട്ട് കാണണമെന്ന നിർദ്ദേശം ഗവർണർ നൽകിയിരിക്കുന്നത്. ശരി, എന്തായാലും മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസ്താവനയിൽ കടുത്ത ഇടപെടലുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നിരിക്കുകയാണ്. വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറിയും DGPയെയും വിളിപ്പിച്ചിട്ടുണ്ട്. ഗവർണർ നാളെ 4 മണിക്ക് രാജ്ഭവനിൽ നേരിട്ട് ഹാജരായി നിർദ്ദേശം നൽകണം, വിശദീകരണം നൽകണം എന്നാണ് പറയുന്നത്. ഒപ്പം ദേശവിരുദ്ധ ശക്തികൾ ആരെന്നറിയിക്കാനും നിർദ്ദേശമുണ്ട്. വിനീഷാണ് റിപ്പോർട്ട് നൽകിയത്.